ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പാ ഹീറോ യഥാർത്ഥ വരുമ്പോൾ അവർ മുത്തശ്ശ സംസാരിക്കുന്നത് ഹീറോ കേട്ടിട്ടാണ് എല്ലാം ചെയ്തത്. നമുക്കിപ്പോൾ പോവാം. ഹീറോയിൻ പി ഡിസംബർ അവർ വീട്ടിലൊക്കെ അവർ പോയിരുന്നു. ആ ഹീറോയി പറയായിരുന്നു ശരി പി ഡിസംബർ പറയായിരുന്നു നമ്മൾ കുറച്ച് നാളോടെ ഇവിടെ നിൽക്കാം എന്നെ പറയായിരുന്നു. അങ്ങനെ ശരി ഓക്കെ എന്നെ കോൾ ചെയ്തിട്ട് അവരോട് പറഞ്ഞായിരുന്നു ശരിപ്പാ നിങ്ങൾ ആർക്കും അറിയണ്ട ആക്ച്വലി ഞങ്ങൾ പോവാന്ന് പി ഡിസംബർ പറയായിരുന്നു. ഹീറോയുള്ള പ്ലേസിൽ ഞങ്ങൾ നമ്മുടെ നാട്ടിൽ വേറെ ഒരു പ്ലേസ് പോകുന്നു പറയായിരുന്നു ടൂർക്ക്. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ പി ഡിസംബർ പ്ലാൻ ചെയ്താൽ മതി. ഹീറോയിൻ്റെ അനിയന് പറഞ്ഞ് വേറൊരു പ്ലാൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് പി ഡിസംബർ ഹീറോയുടെ അനിയന് കൂടി വരുന്നത്. അനിയൻ പറയാൻ തുടങ്ങി ഇല്ല ചേട്ടാ എന്തമ്മ എന്നെ രചിക്കൊക്കെയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് ചേട്ടന് ഹീറോയിൻ്റെ ഫ്രണ്ട് ചേട്ടന് വന്നായിരുന്നു. എന്താ എന്ന് പറയായിരുന്നു. നീ വാ ചേട്ടനെ പറയായിരുന്നു. അത് ഫാത്തിമയുടെ ചേട്ടനായിരുന്നു. എന്താ വാ വാ അടക്ക് വരണോ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ഇനി വന്ന ചേട്ടന് എന്താ ഫാത്തിമ ഷോക്കായിരുന്നു. ചേട്ടൻ എന്താ ഒന്നല്ലേ നിൻ്റെ അനിയനെ കൂടെ എനിക്ക് കുറച്ച് പോകുന്നുണ്ടോ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് നിങ്ങൾ പോയിക്കോ എൻ്റെ അനിയൻ കൂടെ ഇരിക്കുന്നത് ശരിയെന്ന് ഹീറോയുടെ അനിയൻ പ്ലാൻ ചെയ്ത മതി. പി ഡിസംബർ കൂടെ അനിയന് വന്നത് ബെസ്റ്റ് കാറിൽ വന്നതാണ്. പി ഡിസംബർ വലിയൊരു കാർ. ആ കാറിൽ ഹീറോയിൻ്റെ പുറകെ ഹീറോയിൻ ചേട്ടൻ്റെ കാറിൽ പോയായിരുന്നു. അങ്ങനെ എത്തിയായിരുന്നു വീട്ടിലൊക്കെ. പി ഡിസംബർ വന്നിരുന്നു. നല്ല പ്ലേസ് ആണല്ലോ പറയുന്നത്. ഹീറോയിൻ്റെ ചേട്ടൻ പറയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ പറയാം ഫാത്തിമ ചേട്ടൻ പറയായിരുന്നു ഇത് വലിയ വീടാണ് ഈ വീട്ടിൽ ഇങ്ങനെ താമസിക്കുമോ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്നാണ്. അവരെല്ലാം കറങ്ങായിരുന്നു. ഹീറോയിനെല്ലാം ബ്യൂട്ടിഫുള്ളായി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സാരി ഈ ഫോട്ടോ കാണാൻ മതി. സാരി എടുത്ത് ജോസിൽ വെച്ച് ഈ ഫോട്ടോ കാണാൻ മതിയല്ല ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതുകൊണ്ട് പി ഡിസംബർ ഹീറോയിൻ്റെ അനിയൻ ഫ്ലാറ്റ് പറയായിരുന്നു ഞാൻ പറഞ്ഞ മതി ഒരു ഡയലോഗ് നീ ചെയ്യണോ എന്ന് പറയുന്നു. എന്താടാ നീ പറയുന്നതെന്ന് പറഞ്ഞു. 6 പേരല്ലേ ഈ പ്ലേസ്ക്ക് ഞാൻ പറഞ്ഞ ഡയലോഗ് നീ അഭിനയിച്ചാൽ മാത്രം നിനക്ക് ഞാൻ ഇത് തരും എന്ന് പറയുന്നു. ഹീറോ ടെൻഷനായിട്ട് തട എന്ന് പറയായിരുന്നു. ഈ ബുക്ക് എനിക്ക് കോളേജിൽ ഏതോന്നുണ്ടോടാ മറിയതാ ബുക്ക് തടാ തരില്ല മറിയതില്ല ഇവളെ ഇങ്ങനെ ഹീറോയിൻ അനിയൻ എന്തോ ഒരു പ്ലാൻ വില്ലത്തിന് ഒരു പ്ലാൻ ഇട്ടായിരുന്നു. ഹീറോയിൻ ടെൻഷനിൽ പറയുന്നു മറിയ തട എനിക്ക് ഏതോന്നുണ്ടോടാ പ്ലീസ് ഡാ മോനല്ലടാ എനിക്ക് കുറച്ച് ലീവ് കിട്ടിയിട്ടാ നാളെ മറി അതിനെ കുറിച്ച് എഴുതണോടാ പ്ലീസ് ഡാ ചക്കരല്ലേടാ എനിക്ക് എന്ത് വേണമെങ്കിൽ തരാം പ്ലീസ് ഡാ ബുക്ക് തടാ എന്ന് പറയായിരുന്നു. ഇല്ല ചേച്ചി ഞാൻ പറഞ്ഞ ഡയലോഗ് ചെയ്യണ ശരിടാ ചെയ്യടാ പ്ലീസ് ഡാ ഇന്ന റോസ് എന്തിനാ റോസ് സാറേനെ കേൾക്കടാ ശരിടാ കണ്ണു ചുമ്മിട്ട് പറയണം മനസ്സിലായാ ശരി ഓക്കെ എന്നാ പറയുന്നു. ഇപ്പം ഡിസംബർ 7 വരെ വന്നായിരുന്നു. അങ്ങനെ ഹീറോയിന് അതെ ഇപ്പം പറയും എന്ന് പറയും. അങ്ങനെ ഹീറോയിൻ മുട്ടുകെട്ട് ലവ് യു വിളി മാരി മീ എന്നെ പ്രൊപ്പോസ് ചെയ്തായിരുന്നു. അതായിട്ട് എന്താ എന്ന് ഒരു വോയിസ് കേട്ടായിരുന്നു. നിറയെ വോയിസ് കേൾക്കായിരുന്നു. എന്തായിരുന്നു വോയിസ് കേൾക്കുന്നത് എന്ന് അവൾ ഹീറോയി കണ്ണ് തുറന്നു നോക്കും. ഹീറോയി കാട്ടിട്ടാക്കി വന്നിരിക്കായി എന്തത് റിയൽ ആണോ വീട്ടിൽ സമ്പർക്ക് കിളി പോയിരിക്കായി എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് 7 പേർ ഷാക്കായിട്ട് ഹീറോയിനെ നോക്കായിരുന്നു. അനിയനെ ചിരിക്കാറുണ്ട് എടോ അല്ല സോറി സാർ എന്ന് ഹീറോയി കൂടെ ഓടി പോയത്. ഹീറോയുടെ ഫ്രണ്ടൊക്കെ ജ്യൂസ് കുടിച്ചാണ് തായിട്ടൊരു പാവ ഫ്രണ്ട് ഷോക്കായിരുന്നു. ഇതാണ് എൻ്റെ പ്ലാന്. ഹീറോ അയ്യോ എന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടം കോളേജ് ബുക്ക് വേണ്ട എന്ത് വേണ്ട എന്ന് ഹീറോയി ഒറ്റ ഓട്ടം വീട്ടിൽ ഓടി പോയായിരുന്നു. വീട്ടിൽ സംഭവം ഷോക്കായിട്ട് അവർ നോക്കായിരുന്നു. ഇങ്ങനെ 6 മണിക്കായിരുന്നു എന്താടാ ചെയ്താ 6 മണിക്കായിരുന്നു എന്താ ചെയ്താ ഒന്നില്ല 6 മണി കയ്യിൽ ബുക്ക് കൊടുത്തായിരുന്നു. കൂടെ അവിടുന്ന് ഓടിപ്പോയിരുന്നു. 6 ബുക്ക് എടുത്ത് ഹീറോയ്ക്ക് 6 ബുക്ക് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ 6 മണിക്കെല്ലാം മനസ്സിലായി. 6 അവർ ബാക്കി 6 അവർ നോക്കായിരുന്നു. 6 ജനുവരി എന്താണ് വ്യൂ നോക്കിയായിരുന്നു ബുക്ക് 2 പേര് വെച്ച് നോക്കുക. അവർക്ക് ഷാക്കായിരുന്നു. അത് ഹീറോയിൻ ഓടുന്ന് നോക്കിയായിരുന്നു. അവർ ചിരിക്കായിരുന്നു. അവർ സണ്ണ് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനായിട്ട് അവർക്ക് കൊറിയൊക്കെ പോകുന്ന ടൈം വന്നിരുന്നു. അങ്ങനെ 7 പേർ കൊറിയൊക്കെ പോയിരുന്നു. ഹീറോയി ബുക്ക് തേടും ബുക്ക് കാണുന്നില്ല. ബുക്കിടെ പോയി ഹീറോയിൻ അനിയൻ പറയുന്നു ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ഗിഫ്റ്റ് അന്ന് തന്നത് എന്ന് പറയാം. ഹീറോയി മുറിക്കാനാണ് എല്ലാത്തും കാരണം നീടാ അവരിങ്ങനെ വന്ന് നടന്ന കാര്യം അനിയൻ പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കോളേജാണ്. ഹീറോയ്ക്ക് കോളേജ് ഫൈനൽ ഇയർ ആണ് പഠിച്ച് ഗ്രാജുവേറ്റ് ആകാൻ പോകുന്നത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹീറോ ഹാപ്പിയിലുള്ള തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ അമ്മയച്ഛൻ്റെ പ്ലാൻ ഹീറോയ്ക്ക് മാരേജ് ചെയ്യുക പ്ലാൻ ഇട്ടായിരുന്നു. ഹീറോയിൻ്റെ അനിയൻ പറയുന്നു എന്താ ചേച്ചിക്ക് മാരേജാ അതെ മാരേജ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഹീറോയിൻ്റെ അനിയനിക്ക് മാരേജൊക്കെ ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്നു. ഹീറോയ്ക്ക് മാരേജ് എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് മാരേജ് ചെക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ ഹീറോയി ഷെറ്റ് ഇവനെനിക്ക് എന്ത് പറഞ്ഞ് ഹീറോയിനെ നോക്കി ജെല്ലു വിട്ട് എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ അനിയനക്ക് അവൾ ഇഷ്ടപ്പെട്ടില്ല. അമ്മ അച്ഛ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടിട്ടാന്ന് പറയുന്നു. അനിയൻ പറയുന്നു അമ്മ അച്ഛ എനിക്ക് ഇവൻ ഇഷ്ടപ്പെട്ടിട്ടാന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പം ഇവളോട് കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് റൂം ഇങ്ങനെ വീട്ടിൽ കഴിച്ചായിരുന്നു. ഹീറോയിൻ ശരി അമ്മ എന്ന് പറഞ്ഞ് ഹീറോയിൻ അനിയൻ പറയുന്നു ചേച്ചി
ഞാൻ റൂമിലേക്ക് പോകുന്നത് ഹീറോ റൂമിലേക്ക് പോയായിരുന്നു. അങ്ങനെയായിട്ട് വെച്ചാൻ തുടങ്ങിയായിരുന്നു. ഹീറോ ചേച്ചി ഇതാ ഫോൺ വന്ന് പറയായിരുന്നു. അതിനായിട്ട് ഫാത്തിമ വിളിച്ചായിരുന്നു. ശരി ഫാത്തിമയോട് സംസാരിച്ചിട്ട് വാ ചേച്ചി എന്ന് പറയുന്നു. അങ്ങനെ ചെക്ക് വന്ന് വെച്ചത് തുടങ്ങിയായിരുന്നു റൂമിൽ. അതേ റൂമാണ്. ഹീറോയിൻ അനിയൻ വന്നിരുന്നു. ഹീറോയിൻ അനിയനെ കണ്ടിട്ട് ആര് പനി കേട്ടെ ഇങ്ങോട്ട് വരും കുട്ടി ക്യൂട്ടായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോയിൻ അനിയനെ കൊഞ്ചു തുടങ്ങിയായിരുന്നു. ഹീറോയിൻ അനിയൻ പറയുന്നത് ഞാൻ കോളേജ് ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ അനിയൻ മുറക്കായിരുന്നു. എന്താ ഫസ്റ്റ് ഇയർ ആണോ? അതെ ഫസ്റ്റ് ഇയർ ആണ്. എന്താ എന്ന് പറയായിരുന്നു. ഫസ്റ്റ് ഇയർ ആണോ? അപ്പം നീ കൊച്ചുകുടി അല്ലട റാസ്കൽ, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്നതല്ല, ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കണേ എന്ന് പറഞ്ഞ് ഒരേ ടീ വെച്ചായിരുന്നു അവനിക്ക്. നീ എന്താ നിന്നെ കാണുമ്പോൾ ഫസ്റ്റ് ഇയർ നീ എന്താണ് പറഞ്ഞ? ഞാൻ ഫസ്റ്റ് ഇയർ ഞാൻ കുട്ടി പറയണ ഞാൻ ഫസ്റ്റ് ഇയർ ചുമ്മാ വെറുതെ പറഞ്ഞതാ, ഞാൻ സെക്കൻഡ് ഇയർ ഇടാ പഠിക്കുന്നത്. ഒരു കുത്തു പറഞ്ഞു. എൻ്റെ ചേച്ചി വേണോടാ ഇന്നോ വെച്ചോ ശരിയാക്കായിരുന്നു. ഇനി മേലെ എൻ്റെ ചേച്ചി അവിടെ താഴെ പോയിട്ട് പിടിച്ച കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പറയാന്ന് അത് പറയുന്ന കേൾക്കടോ. കുത്താ ചക്കരി തിരിച്ചോട് അമ്മ അച്ഛാ എനിക്ക് പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞ് ചക്കരി ഒറ്റ കെട്ടി പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ അനിയൻ പറയുന്നത് മണ്ടയ്ക്ക് ഒരു അടി വെച്ചിരുന്നു. എന്നെ തയ്ക്കായിരുന്നു. എന്താടാ അമ്മ അച്ഛാ എനിക്കിഷ്ടമല്ല, ഇവന് വേണ്ട അമ്മ അച്ഛ, എനിക്ക് ഇവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അനിയൻ വഴക്കുണ്ടാക്കായിരുന്നു. ഇവനക്ക് ഒന്നും അറിയില്ല അമ്മ അച്ഛ എന്ന് പറഞ്ഞ് ഹീറോയിൻ അനിയൻ തയ്ക്കാൻ തുടങ്ങിയായിരുന്നു. ഇവന് വേണ്ട, ഇവനക്ക് എന്ത് ജോലി പറഞ്ഞ് ഞാൻ പറഞ്ഞ എനിക്ക് വേണം ചെക്കൻ പറഞ്ഞ് ഹീറോയിൻ അനിയൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് ഓൾറെഡി ഇവൻ ശരിയില്ല എന്ന് പറഞ്ഞ് അനിയൻ പറയായിരുന്നു. ഇവനക്ക് അറിയും ഓൾറെഡി ഇവൻ നല്ല ചെക്കനാണ് എന്നെ പറയായിരുന്നു. അവർ പേടിച്ച് പോയി അയ്യോ ഇവർ ഭയങ്കര ടോർച്ചറൊക്കെ ആയിരുന്നു. അവർ ഓടി പോയത് ഈ വന്ന് നോക്കും ഇവിടെ ഇല്ലല്ലോ. എന്താ എൻ്റെ ഹീറോയിൻ്റെ അമ്മ പറയായിരുന്നു എല്ലാത് കാരണം ഇവനാ എന്ന് പറഞ്ഞാൽ അനിയൻ കുഴക്ക് പറയായിരുന്നു. ഹീറോയുടെ ചേട്ടത് പറയായിരുന്നു. എന്താണ് നടന്നത്? ഇല്ലടാ എൻ്റെ പെണ്ണ് നോക്ക് വന്നതാ, ചെക്കൻ്റെ ഫോട്ടോ കാട്ടിയായിരുന്നു അമ്മ. ഇപ്പോൾ ഹീറോയുടെ ചേട്ടൻ ടെൻഷനായിരുന്നു. എന്താ ഇങ്ങനത്തെ ചെക്കനാ ഞാനിപ്പോൾ എൻ്റെ അനിയർക്ക് നല്ല ചെക്കൻ ഞാൻ നോക്കാം, ഇങ്ങനത്തെ ചെക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഹീറോയുടെ ചേട്ടൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് മനസ്സിലായി. ശരി ഓക്കെ എൻ്റെ അനിയത്തി എങ്ങനെയുണ്ടോ ഇവനെ സെറ്റ് അതൊന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി അമ്മയോട്. ഇവൻ നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അച്ഛനെനിക്ക് മനസ്സിലായി. ശരി ഇപ്പോഴത്തെ പിള്ളേർക്ക് ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിച്ചായിരുന്നു. നീ നോക്കടാ ചെക്കൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു ശരി ഓക്കെ എന്ന്. എന്നിട്ട് ഹീറോയിൻ്റെ അനിയനെ ആ ഫോൺ ചെയ്തിട്ട് പിറ്റേ സമ്മരോട് പറയാണ്. പിറ്റേ സമ്മർ ഷോക്കായിരുന്നു.